ഏവർക്കും ഗുരുപ്രിയ ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ കെ സുധാകരൻ സാറാണ്. അദ്ദേഹത്തെപ്പറ്റി പറയാനായി ഒരുപാടുണ്ട്. ഒരുപാട് ആളുകളെ സഹായിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അമ്മയുടെ വാക്കുകളെ ശിരസ വഹിച്ചുകൊണ്ട് ഇന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാറിനെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു ഓണക്കാലം വന്നിരിക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ പഴയകാല ഓണത്തെ കുറിച്ച് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റും? പഴയ കാല ഓണത്തിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ കാലഘട്ടം. പഴയ കാലത്താണെങ്കിൽ ഞങ്ങൾ ഓണപരീക്ഷയുണ്ട്. ആ ഓണപരീക്ഷ സമയത്ത് മുഴുവൻ ഓണം ആഘോഷിക്കുന്നതിനെ പറ്റിയും ഓണത്തിൻ്റെ കളികളെ പറ്റിയും സദ്യകളെ പറ്റിയും ഒക്കെ ഒരു ഓർമ്മയാണ്. പരീക്ഷ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഓണക്കളികൾ പല രീതിയിലുള്ള ഓണക്കളികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓണസദ്യയുണ്ട്. പിന്നെ പുതിയ വസ്ത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സംഭാവനകളും അതും ഇതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴേ ഇതൊരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു ഐതിഹ്യത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും കഥയാണ്. മാവേലി പിന്നെ വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ, മാവേലി വാണിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഐശ്വര്യം ഇതൊരു സങ്കല്പം. പക്ഷേ ഒരു ദേശീയ ഇതിൽ നമ്മളുടെ ഒരു ദേശീയോത്സവമായിട്ട് മാത്രമല്ല, ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയാം. ഈ കൃഷികളെല്ലാം കഴിഞ്ഞ് പിന്നെ അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് എല്ലാ ആളുകളും വളരെ സന്തുഷ്ടമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടം അന്ന് നല്ല വിളയെടുത്താണ്. അത് എല്ലാവർക്കും ഒരുപാട് സംഭാവനകൾ. അപ്പോൾ എനിക്ക് അന്നത്തെ ഒരു എൻ്റെ മനസ്സിൽ ഈ ഓണത്തിന് ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാർക്കൊക്കെ ആയിട്ട് പിന്നെ വലിയച്ഛനൊക്കെ വലിയ സദ്യ ഒരുക്കും. എന്ന് പറഞ്ഞാൽ വലിയ പർപ്പിടകളും വലിയ പർപ്പിടകളും അതുപോലെ ഒരുപാട് ചോറും കറികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവർ നിരത്തിരുന്ന് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാഴ്ചയാണ്. പിന്നെ മറ്റുള്ളത് ഒന്ന് പൂക്കാലം. ഈ പൂക്കൾ ഞങ്ങളുടെ ആളുകൾ ചില പൂക്കളൊക്കെ തീർക്കാനായിട്ടൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് ബന്ധുമാരൊക്കെ കൂടെ ചേർന്നിട്ട് അവിടെ പൂക്കളം ഉണ്ടാക്കുക. അത് പല പല രീതിയിലുള്ള പൂ. അന്ന് ഈ തുമ്പപ്പൂവൊക്കെ ഒരുപാട് കിട്ടുന്ന കാലഘട്ടമാണ്. ഇപ്പോഴൊന്നും എനിക്കറിയത്തില്ല, തുമ്പ പൂവൊക്കെ കിട്ടുമെന്ന് അറിയില്ല. അന്ന് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ പിന്നെ വീടങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് തുമ്പ കാണും. പൂക്കൾ ഓരോ ആളുകളുടെ കഴിവനുസരിച്ച് ഒരു കുറേ പൂക്കളൊക്കെ കൊണ്ടുവന്നിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ട് പിന്നെ അത് ഓണത്തപ്പനെ ആഗ്രഹം പിന്നെ സ്വീകരിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയുള്ള സങ്കല്പങ്ങളൊക്കെയാണ്. അങ്ങനെ പൂക്കളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ പുതിയ വസ്ത്രങ്ങളെ ഓണത്തിൻ്റെ ദിവസങ്ങളിൽ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പിന്നെ കുറേ കളികളുണ്ട്. അന്നത്തെ കളികളെന്നൊക്കെ പറഞ്ഞാൽ പന്ത് കളി, പിന്നെ അതുപോലെ തന്നെ ഈ ഓണത്തിൻ്റേതായിട്ട് തട്ടുകളി, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഓണത്തിൻ്റേതായിട്ടുള്ള കുറേ കളികൾ. ഈ സദ്യ കഴിഞ്ഞിട്ടായിരുന്നു. ഓണസദ്യ വളരെ പ്രത്യേക രീതിയിലുള്ള സദ്യയാണ്. എന്ന് പറഞ്ഞാൽ വളരെ വിഭവ സമൃദ്ധവും പിന്നെ അതുപോലെ തന്നെ പായസവും ഒക്കെ കാണും. ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഈ ഓണാഘോഷത്തിനെ പറ്റിയുള്ള കാര്യങ്ങളിങ്ങനെ ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ്. ഇപ്പോഴൊക്കെ എല്ലാം റെഡിമെയ്ഡായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും കിട്ടും. ഈ പിന്നെ സദ്യ ആയാലും പണ്ട് വീട്ടിലൊക്കെ തലേ ദിവസം തന്നെ അമ്മ ഒക്കെ പിന്നെ ഈ അലുവായും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഈ ഓണത്തിന് വേണ്ടിയുള്ള പലഹാരങ്ങൾ, ഒരുപാട് പലഹാരങ്ങളുണ്ട്. ഈ അച്ചപ്പം മുക്കപ്പം എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴേ ഇതൊന്നും വീടുകളിലല്ല ചെയ്യുന്നത്. ഇതെല്ലാം പിന്നെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്നത്. പക്ഷേ പഴയ കാലത്ത് നമ്മളെല്ലാം വളരെ ഇൻവോൾവ് ചെയ്യുമായിരുന്നു ഈ ആഘോഷത്തിൽ. ഇപ്പോഴത്തെ കാലത്ത് അത് അങ്ങനെയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വീട്ടിലൊക്കെ ഉണ്ട് എങ്കിലും സദ്യയൊക്കെ എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് കിട്ടുമ്പോൾ പിന്നെ അത് കൊണ്ടുവരിക, എല്ലാവരും കൂടെ പ്രവേശിക്കുക. പിന്നെ അവധി ദിവസങ്ങളിൽ എല്ലാ വീടുകളിലും എല്ലാ ആളുകളും അവധി കണ്ട് ഒന്നിച്ചു പോകും. അതൊരു വലിയ സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ്. അതൊക്കെ തന്നെയാണ് അന്നത്തെയും ഇന്നത്തെയും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യത്യാസം നമ്മുടെ ചെറുപ്പകാലത്തുള്ളതും ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളതും. ഇതൊരു ദേശീയോത്സവമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഒരുപാട് പരിപാടികൾ കാണും. ജനറലായിട്ടുള്ള ഒരുപാട് നാടകങ്ങളായാലും ഡാൻസ്,
പിന്നെ ഈ കൈകൊട്ടിക്കളി, പെണ്ണുങ്ങൾ തിരുവാതിര, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഞങ്ങളായിട്ടിങ്ങനെ വീടുകളുടെ മുറ്റത്തും മറ്റുള്ള സ്ഥലത്തും ഒന്നിച്ചാളുകൾ കൂടി അങ്ങനെയൊക്കെ ചെയ്തിരുന്ന കാലഘട്ടമാണ്. ഇപ്പോഴേ കുറച്ചുകൂടെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഇപ്പം തന്നെ തിരുവാതിര കളിക്കാൻ ആളുകൾ, മറ്റേത് വീട്ടിലുള്ള എല്ലാ ആളുകളും പെങ്ങന്മാരും അടുത്ത വീട്ടിലുള്ള പെണ്ണുങ്ങളും ഒക്കെ ചേർന്നൊക്കെയാണ് ചെയ്തിരുന്നത്. അതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ. പുതിയ തലമുറയിലുള്ള കുട്ടികളോട് പറയാനുള്ള മെസ്സേജ് എന്താണ്? ഇതിൻ്റെ ഏറ്റവും വലിയൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഒരു ആഹ്ലാദമാണ്. മാവേലി നാട് വാണിയെടുക്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, അതൊരു സ്ഥിതി സമുദ്രമാണ്, സാഹോദര്യമാണ്. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളുമില്ല, പൊടിവചനം എന്നാണ് പറയുന്നത്. കള്ളവും ചതിയും പിന്നെ വേറെ കള്ളച്ചെറുതായൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പാട്ടുണ്ട് അതിന്. അത് തീർച്ചയായിട്ടും നമ്മുടെ ആ സമാധാനമായിട്ടുള്ളൊരു ജീവിത ശൈലിക്ക് ഏറ്റവും നല്ല രീതിയിൽ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ ഈ അവർക്ക് സന്തോഷം കൂടുതൽ തോന്നണം എന്നുള്ളത് കൊണ്ട് ഈ ലഹരി സാധനങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നു. അതാണ് ലഹരി എന്ന് പറയുമ്പോൾ അത് ഒരു ഇൻഹിബിഷൻ ലോസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന നമ്മുടെ ഒരു മൈൻഡുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്. ഇത് ലഹരി സാധനങ്ങൾ നമുക്ക് വരുന്ന മെഡിക്കൽ ടേമിൽ തന്നെയാണെങ്കിലും അത് ഫസ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഹിബിഷൻ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യരുത് എന്ന് വിചാരിക്കുന്നതിന് അതിൻ്റെ ആ ഇൻഹിബിഷൻ ഇല്ലാതാകും. അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പ്രവർത്തിക്കാം എന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കുട്ടികൾ പിന്നെ കളികൾ തന്നെ ഈ പണ്ടുകാലങ്ങൾ കളിക്കുന്ന രീതിയിലുള്ള കളികളൊന്നും അല്ല ഇപ്പോഴത്തെ രീതികളും കാണും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതില്ലാതെ ഒരു നല്ല സംസ്കാരത്തിൻ്റെ അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും എല്ലാ ആളുകളെയും സഹായിക്കാനുള്ള ഒരു മനസ്സും കള്ളങ്ങളും പിന്നെ അതുപോലെ തന്നെ ചതിപ്രയോഗമൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം. ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാ ആളുകളും പിന്നെ നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ജീവിക്കുക, മറ്റുള്ള ആളുകളെ സഹായിക്കുക, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കുക, നമ്മുടെ പറഞ്ഞാൽ ഇപ്പം മുതിർന്ന ആളുകളൊക്കെ വീട്ടിലുള്ളവർ അവരെയൊക്കെ സ്നേഹിക്കുക, അവർക്കൊക്കെ സഹായമൊക്കെ ചെയ്യുക. ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യം പണ്ടത്തെ കാലത്തെ പോലെയല്ല. ഇവിടെ ഒരുപാട് പ്രതിസന്ധികളും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഡി അഡിക്ഷൻസ് അതൊക്കെ കൂടി വരുന്നൊരു കാലഘട്ടമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത് പിന്നെ വളരെ ജീവിതത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ എപ്പോഴും ഇല്ലാതാകും. അതാണ് പറയാനുള്ളത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി എല്ലാ ആളുകളും വീട്ടിൽ പിന്നെ അച്ഛനമ്മമാരും സഹോദരങ്ങളും പിന്നെ കൂട്ടുകാരും എല്ലാവരും ഒന്നിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓണം എല്ലാവർക്കും ഉണ്ടാകാൻ ആശംസിക്കുകയാണ്.